Okay, dear students, listen. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സപ്ലിമെൻ്ററി ടോപ്പിക്സ് ആയിട്ടുള്ള ഒരു 2 ടോപ്പിക്കും കൂടെ ഉണ്ട്. ആ 2 ടോപ്പിക്കും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ അത് ചെറിയൊരു 2 ടോപ്പിക്കാണ്. അത് സപ്ലിമെൻ്ററി ടോപ്പിക്സിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. 1-2 പ്രാവശ്യമൊക്കെ പബ്ലിക് എക്സാമിന് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക് കൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയും. ഓക്കെ, അപ്പോൾ അതായത് ഈ ചാപ്റ്ററിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സപ്ലിമെൻ്ററി ടോപ്പിക്സിലെ സിമ്പിളായിട്ടുള്ള ഒരു 2 കാര്യങ്ങളും അതിനെ ബേസ് ചെയ്തിട്ടുള്ള 5-6 പ്രോബ്ലംസ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ. ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ ശ്രദ്ധിക്കട്ടോ. ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ, ഒറിജിൻ്റെ ഷിഫ്റ്റിംഗ് ആണ്. നമ്മളൊരു പോയിന്റ് ഒറിജിൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. ഇത് ഈ ഫിഗർ കറക്റ്റായിട്ട് ഒരു ഇക്വേഷന് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ഇപ്പം ഇതാണ് ഒറിജിൻ. ഇതാണ് ഒറിജിൻ. ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ O ഓഫ് 0,0. O ആണ് ഒറിജിൻ, ഇത് O ആണ്, ഇത് 0, 0 എന്നാണ് കേട്ടോ. ഇത് O എന്ന് പറയുന്നത് ഒറിജിനാണ്, 0, 0 എന്ന് പറയുന്നത് ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. ഇനി ഞാനിവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം കേട്ടോ. പോയിന്റ് P ഓഫ് X, Y. പോയിന്റ് Pൻ്റെ കോർഡിനേറ്റ്സ് X, Y ആണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലറും ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലറും ഞാൻ വരച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കട്ടോ, ഈ ഡിസ്റ്റൻസ് ആയിരിക്കില്ലേ എക്സ് എന്ന് പറയണത്, ഈ ഡിസ്റ്റൻസ് ആയിരിക്കില്ലേ വൈ എന്ന് പറയണത്. അതായത് ഈ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ശരിയല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. പോയിന്റ് P ഓഫ് X, Y ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആണ് കേട്ടോ. എക്സ് ആക്സിസും വൈ ആക്സിസും ക്ലിയർ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്നറിയോ? ഒറിജിനിൽ നിന്ന് ഈ പോയിന്റ് ഒറിജിനിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഒറിജിനിൽ നിന്ന് അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കുക, ഇവിടെ O ഓഫ് 0,0 എന്ന് പറയുന്നത് ഒറിജിനാണ്, P ഓഫ് X, Y എന്ന് പറയുന്ന പോയിന്റാണ്. അപ്പം ഞാൻ ഈ പോയിന്റ് ഒറിജിന് വേറൊരു പോയിന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഈ പോയിന്റിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കട്ടോ, ഈ പോയിന്റിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്യാണ് ഒറിജിന്. അപ്പോൾ ഈ പോയിന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്താണെന്നറിയോ? O ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്യുക. കാരണം ഇവിടെ പോയിന്റ് മാറിയിട്ടുണ്ട്. ഇത് O ആണെങ്കിൽ ഇത് വേറൊരു പോയിന്റ് ആണ്. അപ്പോൾ O ഡാഷ് ഓഫ് H, K എന്ന് നമ്മൾ കൊടുക്കുകയാണ്. O ഡാഷിന്റെ കോർഡിനേറ്റ്സ് H, K ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? അപ്പോൾ ഇതാണ് ഒറിജിൻ എന്നുണ്ടെങ്കിൽ ഇവിടുന്നാണ് നമ്മൾ ആക്സിസ് റെപ്രസെന്റ് ചെയ്യുക. ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. അപ്പോൾ ഇത് O ഡാഷ് എക്സ് ഡാഷ്, ഇത് O ഡാഷ് വൈ ഡാഷ്. ചെരിഞ്ഞു പോയിക്കണല്ലേ? ഞാൻ ഇവിടുന്ന് വരയ്ക്കുമ്പോഴേ നിങ്ങൾക്കത് ചെരിഞ്ഞിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അത് ഞാൻ ഒന്ന് ഏകദേശം ഒന്ന് നേരെ വരച്ചതാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം റെഡിയല്ലേ? O ഡാഷ് വൈ ഡാഷ് എന്ന് പറയുന്നതും. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ഇവിടെ O എന്ന് പറയുന്നത് പഴയ ഒറിജിനാണ്, OXും OYയും പഴയ ആക്സിസ് ആണ്. ഈ O ഡാഷ് എന്ന് പറയുന്നത് പുതിയ ഒറിജിനാണ്, O ഡാഷ് എക്സ് ഡാഷും O ഡാഷ് വൈ ഡാഷും പുതിയ ആക്സസ് ആണ്. ശ്രദ്ധിക്കട്ടോ, അപ്പം നമ്മളിവിടെ ആക്സസ് ട്രാൻസ്ലേറ്റ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആക്സസ് ട്രാൻസ്ഫർ ചെയ്യുക ചെയ്തിട്ടുള്ളത്. പക്ഷെ ട്രാൻസ്ഫർ ചെയ്തത് പാരലൽ ആയിട്ടാണ് അല്ലേ? ഇതും കറക്റ്റ് പാരലൽ ആയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണത്. ക്ലിയർ? ഇനി പാരലൽ അല്ലാതെയും ട്രാൻസ്ഫർ ചെയ്യാട്ടോ, പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനില്ല. നമുക്ക് പാരലലായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ചേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇവിടെ O ഡാഷ്, അപ്പോൾ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് X, Y എന്ന് പറയുന്നത് നല്ലോണം ശ്രദ്ധിക്കേ. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് X, Y എന്ന് പറയുന്നത് ഈ ഒറിജിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് അല്ലേ? ഇനി ശ്രദ്ധിക്കട്ടോ, ഇനി O ഡാഷ് ഓഫ് H, K എന്ന് പറയുന്നത് ഈ പോയിന്റിലോട്ട് ഒറിജിൻ ഷിഫ്റ്റ് ചെയ്യാണ്. ദാറ്റ് മീൻസ് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈനും ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈനും വരച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് H ആയിരിക്കും. ശരിയല്ലേ? ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? അതിൻ്റെ ഈ പോയിന്റിൻ്റെ O ഡാഷിൻ്റെ Y കോർഡിനേറ്റ് K ആയിരിക്കും. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. അപ്പം ഇനി
ഇപ്പൊ ഈ പോയിന്റ് പിന്റെ കോർഡിനേറ്റ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഒറിജിൻ അല്ലേ. അപ്പൊ ഇവിടെ ഒരു പുതിയ ഒറിജിൻ ഉണ്ടായില്ലേ. അപ്പൊ ഈ പുതിയ ഒറിജിൻ ഉണ്ടാകുമ്പോൾ ഈ പോയിന്റ് പിന്റെ കോർഡിനേറ്റ്സ് സ്വാഭാവികമായിട്ടും മാറൂലേ. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, പി ഓഫ് കോർഡിനേറ്റ്സ് മാറും എക്സ് ഡാഷ് കോമ വൈ ഡാഷ്. ഈ എക്സ് ഡാഷും വൈ ഡാഷും എന്താണ്, പുതിയ ഈ പോയിന്റിന്റെ പുതിയ കോർഡിനേറ്റ്സ് ആണ്. ഇവിടെ ഓ എന്നാ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്, പുതിയ ഒറിജിനെ ഓ ഡാഷ് എന്നാ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. രണ്ടും രണ്ട് പോയിന്റ് ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ ഈ രണ്ട് പോയിന്റ് പി എന്നാ റെപ്രസെന്റ് ചെയ്തത്, കാരണം രണ്ടും സെയിം പോയിന്റ് ആണ്, കോർഡിനേറ്റ്സേ മാറുന്നുള്ളൂ. അപ്പൊ ഇതിന് ഈ എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറയുന്നത് ഈ പോയിന്റിന്റെ പുതിയ കോർഡിനേറ്റ്സ് ആണ്. അതായത് പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഈ ഒറിജിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് എക്സ് കോമ വൈ. ശ്രദ്ധിക്കേ, ഇനി ഈ ഒറിജിന്റെ പുതിയ ഒറിജിന് വരുമ്പോൾ ആ സ്വാഭാവികമായിട്ടും ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് മാറുമല്ലോ. അപ്പൊ പുതിയ കോർഡിനേറ്റ് ആണ് എക്സ് ഡാഷ് വൈ ഡാഷ്. ആ പുതിയ കോർഡിനേറ്റ് എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഡിസ്റ്റൻസ് എക്സ് ഡാഷ് എന്നായിരിക്കും. ശരിയല്ലേ, ഈ ഡിസ്റ്റൻസ് വൈ ഡാഷ് എന്നായിരിക്കും. ക്ലിയർ അല്ലേ. അപ്പൊ ഇതാണ് ഈ ഫിഗർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിഗറും നന്നായിട്ട് മനസ്സിലാക്കുക, ഓരോ ടേം എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. ഓ ഓഫ് 0 0 ബേസിക് ആയിട്ടുള്ള ഒറിജിൻ, ഫസ്റ്റ് ഒറിജിൻ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് എക്സ് കോമ വൈ. ഇനി ഒറിജിൻ പുതിയ പോയിന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, അതിന്റെ കോർഡിനേറ്റ്സ് ആണ്, പുതിയ ഒറിജിൻ ആണ് എച്ച് കോമ കെ. ആ പുതിയ ഒറിജിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റിന്റെ പുതിയ കോർഡിനേറ്റ് ആണ് എക്സ് ഡാഷ് വൈ ഡാഷ്. അപ്പൊ നമുക്ക് വേണ്ടത് എക്സ് വൈ, എക്സ് ഡാഷ് വൈ ഡാഷ്, എച്ച് കെ, ഇതൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് വേണ്ടത്. അപ്പൊ ഇവിടുത്തെ ഫിഗർ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. നോക്കി, ഇത് എച്ച്, ഈ ഡിസ്റ്റൻസ് എക്സ് ഡാഷ്, ഈ എച്ചും എക്സ് ഡാഷും കൂടെ കൂട്ടിയതല്ലേ എക്സ് എന്ന് പറയുന്നത് അല്ലേ. ഫിഗറിലോട്ട് നോക്ക്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് പറയാം എച്ച് പ്ലസ് എക്സ് ഡാഷ് എന്ന് പറയാം. എച്ച് പ്ലസ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എച്ച് പ്ലസ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എച്ച് പ്ലസ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അതേപോലെ കണ്ടോ, ഇവിടെ കെ എന്ന് പറയുന്നുണ്ട്, ഇവിടെ ഈ ഡിസ്റ്റൻസ് വൈ ഡാഷ് ആണ്. അപ്പൊ കെയും വൈ ഡാഷും കൂടെ കൂട്ടിയതല്ലേ വൈ എന്ന് പറയുന്നത്. ശരിയല്ലേ, കെയും വൈയും കൂടെ കൂട്ടിയതല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് പറയാം എച്ച് ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു കെ പ്ലസ് വൈ ഡാഷ് എന്ന് പറയാം. കെ ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു കെ പ്ലസ് വൈ ഡാഷ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ. നന്നായിട്ട് ശ്രദ്ധിക്കട്ടെ, ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഇക്വേഷൻ നമുക്ക് വേറെ രീതിയിൽ വേണമെങ്കിൽ എഴുതാം. അപ്പൊ ഇവിടുന്ന് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എച്ച് എന്ന് എഴുതാം. വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് കെ എന്ന് എഴുതാം. ഈ രീതിയിൽ നമുക്ക് ഇക്വേഷൻസ് എഴുതാം. ക്ലിയർ. ഒന്നെങ്കിൽ ആ മേലുള്ള ഇക്വേഷൻ പഠിച്ചാൽ, അല്ലെങ്കിൽ താഴേക്ക്, രണ്ടും കൂടി പഠിക്കേണ്ട, ഏതെങ്കിലും ഒന്ന് പഠിക്കാം. അപ്പം നമുക്ക് പഠിക്കേണ്ടത് ഒന്നാണ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എച്ച്, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് കെ. അത് പഠിച്ചാൽ മതി. അതാണ് കുറച്ചും കൂടി. നമ്മൾ ഇനി ഒരുപാട് ഇക്വേഷൻസ് ആണ് പഠിക്കുമ്പോൾ ഈ ഒരു ഫോമിലൊക്കെ വരുന്ന ഇക്വേഷൻ ഉണ്ട്, എക്സ് മൈനസ് എച്ച് വൈ മൈനസ് കെ എന്നൊക്കെ പറയുന്നത്. സർക്കിളിൻ്റെ ഇക്വേഷനൊക്കെ വരുമ്പോൾ ആ ഒരു ടേം അവർ എക്സ് മൈനസ് എച്ച് വൈ മൈനസ് കെ. അപ്പോൾ അത് ഓർത്തിരുന്നാൽ മതി. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എച്ച്, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് കെ. ക്ലിയർ അല്ലേ. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ഇക്വേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏത് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ മാത്രം ഓർത്തിരുന്നാൽ മതി. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എച്ച് ആണ്, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് കെ ആണ് എന്ന് ഓർത്തിരിക്കുക. വേറെ ഒന്നുമില്ല. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എച്ച് ആൻഡ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് കെ. ദാറ്റ് ഈസ് ദ ഇക്വേഷൻസ്. ഇനി ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഓരോ ടേമും എന്താണെന്ന് നോക്കുക. 0,0 പഴയ ഒറിജിന്, എച്ച് കോമ കെ പുതിയ ഒറിജിന്. ഓക്കെ, ഇതിൽ ഓരോ ടേമും എന്താണെന്ന് നോക്കുക. പി ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് പോയിന്റിന്റെ പഴയ കോർഡിനേറ്റ് ആണ്. ആ പോയിന്റ് പുതിയ ഒറിജിൻ എച്ച് കോമ കെ ആവുമ്പോൾ പിന്റെ കോർഡിനേറ്റ്സ് ആണ് എക്സ് ഡാഷ് വൈ ഡാഷ്. അങ്ങനെയാണെങ്കിൽ ഇത് പഴയ പോയിന്റ്, ഇത് പോയിന്റിന്റെ പുതിയ കോർഡിനേറ്റ്, ഇത് പുതിയ ഒറിജിന്. അങ്ങനെയാണെങ്കിൽ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എച്ച്, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് കെ. ദാറ്റ് ഇസ് ദ ഇക്വേഷൻ. ഇനി വേറൊരു കാര്യം, ഇപ്പം നമ്മൾ ഒറിജിൻ ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്. ചിലപ്പോൾ ഒറിജിൻ ഇനി ലെഫ്റ്റിക്ക് ഇവിടെ എവിടെയെങ്കിലും ഷിഫ്റ്റ് ചെയ്യാം, ചിലപ്പോൾ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാം, ചിലപ്പോൾ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെ ചിലപ്പോൾ ഈ പോയിന്റ് ചിലപ്പോൾ ഇവിടെ ആവാം. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പക്ഷെ അതൊന്നും നമ്മൾ നോക്കണ്ട. അത് എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ തന്നെയാണ് വരിക. പക്ഷേ എന്ത് ചെയ്യുക, എക്സ് ഡാഷിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ട് തന്നെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. മനസ്സിലായോ? അതായത് ആ എക്സ് വൈ എച്ച് കെ ഇതൊക്കെ
പോയിന്റ് ചിലപ്പോൾ പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഓർത്തിരിക്കുക. അപ്പോൾ ഇക്വേഷൻ പഠിക്കുന്നതിന് മുമ്പ് ഓരോ പോയിന്റ് എന്താണെന്ന് പഠിക്കുക. എക്സ് കോമ വൈ പോയിന്റിൻ്റെ പഴയ കോർഡിനേറ്റ്, എച്ച് കോമ കെ പുതിയ ഒറിജിന്. അപ്പോൾ പോയിന്റിൻ്റെ പുതിയ കോർഡിനേറ്റ് ആണ് എക്സ് ഡാഷ് വൈ ഡാഷ്. അപ്പോൾ ആ രീതിയിൽ ഓർത്തിരിക്കുക. അപ്പോൾ പുതിയ കോർഡിനേറ്റ്സ് ആ ഒറിജിൻ ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എച്ച്, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് കെ. ദീസ് ആർ ദി ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നന്നായിട്ട് മനസ്സിലായല്ലോ, ഇക്വേഷനും മനസ്സിലായല്ലോ, അത് മതി. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ന്യൂ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് 3, if origin is shifted to the point 2, 3 by translation of axis. ഓക്കെ, അതായത് ഈ പോയിന്റിൻ്റെ പുതിയ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് പോയിന്റിൻ്റെ പഴയ കോർഡിനേറ്റ് ആണ്, മനസ്സിലായോ? അപ്പോൾ പിന്നെ ഇഫ് ദ ഒറിജിൻ ഈസ് ഷിഫ്റ്റഡ് ടു ദ പോയിന്റ്, ഒറിജിൻ ആ പോയിന്റിലൂടെ ഷിഫ്റ്റ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് പുതിയ ഒറിജിൻ അതാണ്. അങ്ങനെയാണെങ്കിൽ ബൈ ട്രാൻസ്ലേഷൻ ഓഫ് ആക്സിസ്, ആക്സിസ് മാറ്റിയിട്ട് ആക്സിസും കൂടെ കൊണ്ടുപോയിട്ടാണ് ആ ഒരു പുതിയ ഒറിജിനിലോട്ട് മാറ്റണം. അങ്ങനെയാണെങ്കിൽ കോർഡിനേറ്റ്സ് എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ പോയിന്റിൻ്റെ പഴയ കോർഡിനേറ്റ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് എന്താണ്? 3, -5 ആണ്. ഓക്കെ, ഇനി പുതിയ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് കോമ കെ ആണ്. എന്ത്? 2, 3. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പോയിന്റിൻ്റെ പുതിയ കോർഡിനേറ്റ് ആണ്, അതായത് എക്സ് ഡാഷ് വൈ ഡാഷ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇക്വേഷൻ എന്താ? എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എച്ച്, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് കെ. ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. ചിലപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ഡാഷും വൈ ഡാഷും കണ്ടുപിടിക്കണം. ഇനി നമുക്ക് എക്സും വൈയും ആണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എച്ചും കെ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടി വരിക. എന്ത് കണ്ടുപിടിക്കണമെങ്കിലും ഈ ഇക്വേഷൻ പിന്നെ മാറ്റി എഴുതിയാൽ മതി. ക്ലിയർ? അപ്പോൾ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എച്ച്, എക്സിൻ്റെ വാല്യൂ 3 മൈനസ് എച്ചിൻ്റെ വാല്യൂ 2, ദാറ്റ് ഈസ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് കെ, വൈൻ്റെ വാല്യൂ -5 മൈനസ് കെൻ്റെ വാല്യൂ 3. ക്ലിയർ? അപ്പോൾ എന്ത് കിട്ടും? വൈ ഡാഷ് ഇസ് ഈക്വൽ ടു -8 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ എക്സ് ഡാഷും വൈ ഡാഷും കിട്ടിയില്ലേ? Therefore the coordinates of the new coordinates of the point is 3 അല്ല 1, -8. The new coordinates of the point 3, -5 is 1, -8. That is the answer. Clear? 1, -8. That is the answer. Clear അല്ലേ? സിമ്പിൾ അല്ലേ പ്രോബ്ലം? ഓക്കെ, ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് വാട്ട് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ മൈനസ് 3y സ്ക്വയർ മൈനസ് y പ്ലസ് 2 ഈക്വൽ ടു 0 becomes when the origin is shifted to the point 1, 1. ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഒറിജിൻ ഈ പോയിന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും എന്നാണ് ചോദ്യം. ഒറിജിൻ 1, 1 എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും എന്നുള്ളതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ? ക്വസ്റ്റ്യനിൽ കൂടുതൽ മനസ്സിലാവാനൊന്നുമില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ മൈനസ് 3y സ്ക്വയർ മൈനസ് y പ്ലസ് 2 ഈക്വൽ ടു 0. അപ്പോൾ ഇതിനകത്ത് എക്സ് വൈ എന്ന് പറയുന്നത് ശ്രദ്ധിക്കട്ടോ, എക്സ് വൈ എന്ന് പറയുന്നത് ഉണ്ട് ഇതിനകത്ത്. ആ എക്സും വൈയും പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഒറിജിൻ ഈ പോയിന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്തായിട്ട് മാറും? എക്സ് ഡാഷ് വൈ ഡാഷ് ആയിട്ട് മാറൂലേ? അപ്പോൾ എക്സ് ഡാഷിലും വൈ ഡാഷിലും ഉള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും ഇവിടെ വരിക. മനസ്സിലായോ? ഇപ്പം ഇത് എക്സും വൈയും ആണ്, അത് ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ്. ഇനി ഒറിജിൻ ഈ പോയിന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ എല്ലാ പോയിന്റിലും ഒരു പെർട്ടിക്കുലർ അതിൻ്റെ കോർഡിനേറ്റ്സ് വ്യത്യാസം ഉണ്ടാവില്ലേ? എക്സ് ഡാഷും വൈ ഡാഷും ആയിട്ട് മാറും. അപ്പോൾ ആ എക്സ് ഡാഷിലും വൈ ഡാഷിലുള്ള ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് പുതിയ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്നാൽ എക്സ് ഡാഷ് വൈ ഡാഷ് ആണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ എച്ച് കോമ കെ എന്താണ്? എച്ച് കോമ കെ ഈസ് ഈക്വൽ ടു 1, 1. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എച്ച്, വൈ ഡാഷ് ഈസ് ഈക്വൽ ടു വൈ മൈനസ് കെ. ശരിയല്ലേ? അപ്പോൾ എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 1, വൈ ഡാഷ് ഈസ് ഈക്വൽ ടു വൈ മൈനസ് 1. എച്ചിൻ്റെയും കെൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ എക്സും വൈയും അല്ലേ ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് എഴുതാം.
എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് പ്ലസ് 1, വൈ ഇസ് ഈക്വൽ ടു വൈ ഡാഷ് പ്ലസ് 1 എന്ന് വരും. അതെന്ത് ചെയ്യാണ്, ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, എക്സിന് പകരം എക്സ് ഡാഷ് പ്ലസ് 1, വൈന് പകരം വൈ ഡാഷ് പ്ലസ് 1. ശ്രദ്ധിക്കട്ടോ. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡാഷ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സിന് പകരം എക്സ് ഡാഷ് പ്ലസ് 1 ഇൻറ്റു വൈന് പകരം വൈ ഡാഷ് പ്ലസ് 1 മൈനസ് 3 ഇൻറ്റു വൈക്ക് പകരം വൈ ഡാഷ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് ഓഫ് വൈന് പകരം വൈ ഡാഷ് പ്ലസ് 1 പ്ലസ് 2 ഈക്വൽ ടു 0. ഇത്രയും ചെയ്യാം. ഇനി ഞാൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം കേട്ടോ. എക്സ് ഡാഷ് സ്ക്വയർ എക്സ് ഡാഷ് പ്ലസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. എക്സ് ഡാഷ് സ്ക്വയർ ഓക്കെ, എക്സ് ഡാഷ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ബി ദാറ്റ് ഈസ് 2 ഇൻറ്റു എക്സ് ഡാഷ് പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് 1 പ്ലസ് ഇനി ഇത് മൾട്ടിപ്ലൈ ആണ്. എക്സ് ഡാഷ് ഇൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എക്സ് ഡാഷ് ഇൻറ്റു വൈ ഡാഷ് ദാറ്റ് ഈസ് എക്സ് ഡാഷ് വൈ ഡാഷ് x dash into 1 that is plus x dash 1 into y dash that is y dash plus 1 into 1 that is 1. Clear? ഇനി minus 3 into y dash plus 1 the whole square എന്ന് പറയുമ്പോൾ എന്താ, y dash square plus 2y dash plus 1. ശരിയല്ലേ? ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തൂടെ. മൈനസ് വൈ ഡാഷ് മൈനസ് 1 പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് വരും. ക്ലിയർ അല്ലേ? അതെല്ലാം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഓക്കെ, ഇനി നന്നായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി കണ്ടോ, എക്സ് ഡാഷ് സ്ക്വയർ പ്ലസ് 2x ഡാഷ് പ്ലസ് 1 പ്ലസ് എക്സ് ഡാഷ് വൈ ഡാഷ് പ്ലസ് എക്സ് ഡാഷ് പ്ലസ് വൈ ഡാഷ് പ്ലസ് 1. ഇതൊന്നും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 3y ഡാഷ് സ്ക്വയർ പ്ലസ് മൈനസ് 3 ഇൻറ്റു 2 മൈനസ് 6 ഇൻറ്റു വൈ ഡാഷ് മൈനസ് 3 ഇൻറ്റു 1 മൈനസ് 3. ഇനി മൈനസ് വൈ ഡാഷ് മൈനസ് 1 പ്ലസ് 2 എന്നുള്ളതിന് നമുക്ക് എന്ത് എഴുതാം, പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇനി ഇതിൽ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. ആദ്യം എക്സ് ഡാഷ് സ്ക്വയറിൻ്റെ ടേം ഇത് മാത്രമല്ലേ ഉള്ളൂ, അത് ഞാൻ എഴുതാണ് കേട്ടോ. എക്സ് ഡാഷ് സ്ക്വയറിൻ്റെ ടേം പ്ലസ് ഇനി വൈ ഡാഷ് സ്ക്വയറിൻ്റെ ടേം ശ്രദ്ധിക്കേ. ഇനി അടുത്തത് വൈ. ഇപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയാണ്, ഈ ഇക്വേഷൻ്റെ ഓർഡറിൽ നമുക്ക് എഴുതാം, അതല്ലേ നല്ലത്. ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ആദ്യം എക്സ് സ്ക്വയർ ആണ്, അപ്പോൾ ആദ്യം എക്സ് ഡാഷ് സ്ക്വയറിൻ്റെ ടേം എഴുതാം. എക്സ് ഡാഷ് സ്ക്വയർ. ഇനി എക്സ് വൈ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ഡാഷ് വൈ ഡാഷ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് പ്ലസ് എക്സ് ഡാഷ് വൈ ഡാഷ് എഴുതി. ഇനി വൈ സ്ക്വയറിൻ്റെ ടേം എഴുതാം. വൈ സ്ക്വയറിൻ്റെ ടേം എവിടെ ഉള്ളത്, ദാ മൈനസ് 3y സ്ക്വയർ ദാറ്റ് ഈസ് മൈനസ് 3 ഇൻറ്റു വൈ ഡാഷ് സ്ക്വയർ. ക്ലിയർ? ഇനി എക്സ് ഡാഷിൻ്റെ ടേം എഴുതണം കേട്ടോ. ഇനി എക്സിൻ്റെയും വൈൻ്റെയും ടേം, ഇവിടെ എക്സിൻ്റെ ടേം വന്നിട്ടില്ല, പക്ഷെ ഇവിടെ എക്സിൻ്റെ ടേം ഉണ്ട് കണ്ടോ. ഇവിടെ 2x ഡാഷ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഡാഷ് ഉണ്ട്, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ 2x ഡാഷ് പ്ലസ് എക്സ് ഡാഷ് എന്ത് വരും, 3x ഡാഷ് 3x ഡാഷ്. ഇനി വൈ ഡാഷിൻ്റെ ടേം എവിടേക്ക് വരുന്നുണ്ട്, വൈ ഡാഷിൻ്റെ ടേം എവിടേക്ക് വരുന്നുണ്ട്, ഇവിടെ ഒരു വൈ ഡാഷ് ഉണ്ട്, ഇവിടെ മൈനസ് 6y ഡാഷ് ഉണ്ട്. ഇവിടെ ഈ പ്ലസ് വൈ ഡാഷും ഇവിടെ ഈ മൈനസ് വൈ ഡാഷും കൊണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ആകെയുള്ള വൈ ഡാഷിൻ്റെ ടേം മൈനസ് 6y ഡാഷ് ആണ്. അപ്പോൾ മൈനസ് 6y ഡാഷ്. ക്ലിയർ? ഇനി കോൺസ്റ്റൻ്റ് ഒക്കെ ഒന്ന് കൂട്ടി നോക്കിയേ. കോൺസ്റ്റൻ്റ് ഇവിടെ 1, ഇനി കോൺസ്റ്റൻ്റ് അല്ലേ ഉള്ളൂ. ഇവിടെ 1 പ്ലസ് 1 2 പ്ലസ് 1 3 മൈനസ് 3 0 എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ഈക്വൽ ടു 0. ക്ലിയർ? അപ്പോൾ ഇതാണ് ആൻസർ എന്ന് പറയണത്. അപ്പോൾ ഒരു ഓർഡറിൽ അങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിലിങ്ങനെ ഓരോന്നോരോന്ന് എഴുതുക. കണ്ടോ, എക്സ് ഡാഷ് സ്ക്വയർ, ഇവിടെ 2x ഡാഷ് ഉണ്ട്, ഇവിടെ എക്സ് ഡാഷ് ഉണ്ട്, അപ്പോൾ 3x ഡാഷ് കണ്ടോ ഇവിടെ ടേം വരും. പിന്നെ എക്സ് ഡാഷ് വൈ ഡാഷിൻ്റെ ടേം ഒറ്റൊന്നേ ഉള്ളൂ, അതെടുത്ത് എഴുതാം. വൈ ഡാഷ് സ്ക്വയറിൻ്റെ ടേം മൈനസ് 3y ഡാഷ് സ്ക്വയർ. ഇനി വൈ ഡാഷിൻ്റെ ടേം ഇവിടെ പ്ലസ് വൈ ഡാഷ് ഉണ്ട്, ഇവിടെ മൈനസ് വൈ ഡാഷ് ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ഇവിടെ 6y ഡാഷ് ഉണ്ട്, അതങ്ങ് എഴുതാം. കോൺസ്റ്റൻറ്റ് ഇവിടെ 1 പോസിറ്റീവായിട്ടുള്ളൊന്ന് കൂട്ടി വയ്ക്കിയേ. 1 പ്ലസ് 1 2 പ്ലസ് 1 3 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ കോൺസ്റ്റൻറ്റ് മൊത്തം അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് പോകും. ദിസ് ഈസ് ദി ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഇത് കറക്റ്റായിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പോൾ ശ്രദ്ധിക്കുക, എക്സിലുള്ളൊരു ഇക്വേഷൻ, എക്സിലും വൈയിലുള്ളൊരു ഇക്വേഷൻ ഉണ്ടാവും. ആ എക്സിനും വൈയിനും പകരം നമ്മൾ എന്ത് ചെയ്യുക,
പുതിയ ഒറിജിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ, അതായത് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എച്ച് ആണ്, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് കെ ആണ്. അതിൽ നിന്ന് എക്സിനും വൈനുള്ള ഒരു ഇക്വേഷൻ എടുക്കുക, എന്നിട്ട് ആ എക്സിനും വൈനുള്ള ഇക്വേഷന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ടും ഒക്കെ അങ്ങനെ എന്ത് ചെയ്യുക, ഒരു ഓർഡറിലാക്കി എഴുതുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഇതായിരുന്നു പഴയ ഇക്വേഷൻ. ഒറിജിൻ ഈ പോയിന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഈ ഇക്വേഷൻ എന്തായി മാറി, ഇത് ഈ രീതിയിലായിട്ട് മാറി. ഓക്കെ, ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ. ഓക്കെ, ലിസൺ, നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ദ പോയിന്റ് ടു വിച്ച് the origin should be shifted after shifting of origin so that the equation x square minus 12x plus 4 equal to 0 will have no first degree term. Find the point to which the origin should be shifted after shifting of origin so that the equation x square minus 12x plus 4 equal to 0 will have no first degree term. അപ്പോൾ ഏത് ഒറിജിനിലോട്ട്, അതായത് നമ്മളൊരു പോയിന്റ് ഒറിജിൻ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷന് മാറ്റം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏത് പോയിന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ്, അതായത് പുതിയ ഒറിജിൻ ഏത് വന്നു കഴിഞ്ഞാലാണ് ഈ ഇക്വേഷന് ഫസ്റ്റ് ഡിഗ്രി ടേം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒറിജിൻ അറിയില്ല, എച്ച് കോമ കെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കണം ഏത് പോയിന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് പറയാം, ഇവിടെ ശ്രദ്ധിക്കട്ടോ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം. അപ്പോൾ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എച്ച് ആണ്, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് കെ ആണ്. വാല്യൂ നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇതിൽ നിന്ന്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ, എക്സ് സ്ക്വയർ മൈനസ് 12x പ്ലസ് 4 ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ. ഇനി ഒറിജിൻ പുതിയൊരു ഒറിജിനിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ പോയിന്റിന് എന്ത് ചെയ്യുന്നുണ്ടാവും, മാറ്റം ഉണ്ടാവും. ഈ ഇക്വേഷൻ എന്ത് ചെയ്യുന്നുണ്ടാവും, മാറ്റം ഉണ്ടാവും. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇതിന് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് പ്ലസ് എച്ച് എന്ന് എഴുതാം, വൈ ഇസ് ഈക്വൽ ടു വൈ ഡാഷ് പ്ലസ് കെ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എക്സിന് പകരം എന്ത് ചെയ്യാം, എക്സ് ഡാഷ് പ്ലസ് എച്ച്, ദാറ്റ് ഈസ് എക്സ് ഡാഷ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ മൈനസ് 12 ഇൻറ്റു എക്സിന് പകരം എക്സ് ഡാഷ്, ദാറ്റ് ഈസ് എക്സിന് പകരം എക്സ് ഡാഷ് പ്ലസ് എച്ച് അല്ലേ, ഇവിടുത്തെ എക്സിന് പകരം എക്സ് ഡാഷ് പ്ലസ് എച്ച് പ്ലസ് 4 ഈക്വൽ ടു 0. ഇത് എക്സ്പാൻഡ് ചെയ്യാം കേട്ടോ. എക്സ് ഡാഷ് സ്ക്വയർ പ്ലസ് 2h ഇൻറ്റു എക്സ് ഡാഷ് പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് 12x ഡാഷ് മൈനസ് 12h പ്ലസ് 4 ഈക്വൽ ടു 0. ഇതിനകത്ത് എക്സ് ഡാഷ് സ്ക്വയറിൻ്റെ ടേം ഏതൊക്കെയാണ്? ഇവിടെ ഒരു എക്സ് ഡാഷ് സ്ക്വയറിൻ്റെ ടേം ഉണ്ട്. ഇനി എക്സ് ഡാഷിൻ്റെ ടേം ഏതൊക്കെയാണ്? ഇവിടെ ഒരു ടേം ഉണ്ട്, ഇവിടെ ഒരു ടേം ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് എക്സ് ഡാഷ് കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2h മൈനസ് 12 ഇൻറ്റു എക്സ് ഡാഷ് എന്ന് വരും. ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആണ്. കോൺസ്റ്റൻസ് ഏതൊക്കെയാണ്? പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് 12h പ്ലസ് 4 ഈക്വൽ ടു 0. ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. ഇതിനകത്ത് ഫസ്റ്റ് ഡിഗ്രി ടേം ഏതാ? ഫസ്റ്റ് ഡിഗ്രി ടേം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. നോ ഫസ്റ്റ് ഡിഗ്രി ടേം എന്നാണ് പറഞ്ഞത്. അതാണ് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ അല്ലേ. ഈ ഇക്വേഷന് ഫസ്റ്റ് ഡിഗ്രി ടേം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, എക്സ് ഡാഷ് സ്ക്വയർ, ഇതിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 ആണ്, എക്സ് ഡാഷ് റേസ് ടു 1 ആണ്. അപ്പോൾ ഇതാണ് എക്സ് ഡാഷിൻ്റെ പവർ 1 വരണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിഗ്രി ടേം എന്ന് പറയുന്നത്. ഇത് കോൺസ്റ്റൻസ് ആണ്, അപ്പോൾ കോൺസ്റ്റൻസ് വരില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിഗ്രി ടേം. ക്ലിയർ? ഫസ്റ്റ് ഡിഗ്രി ടേം. ഈ ഫസ്റ്റ് ഡിഗ്രി ടേം ഉണ്ടാവാൻ പാടില്ല എന്നല്ല പറഞ്ഞു. അതായത് എക്സ് ഡാഷ് എന്ന് പറയുന്ന ടേം ഉണ്ടാവാൻ പാടില്ല. എക്സ് ഡാഷ് എന്ന് പറയുന്ന ടേം ഇല്ലാതിരിക്കണമെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താവണം? 0 ആവണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്താ? 2h മൈനസ് 12 is equal to 0. ദാറ്റ് ഈസ് 2h is equal to 12, h is equal to 6 എന്ന് കിട്ടി. അപ്പോൾ ഒറിജിൻ ഷിഫ്റ്റ് ചെയ്യേണ്ടത് h എന്ന് പറയുന്ന 6ലോട്ടാണ്. ഇനി നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ, ഇനി കെൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേറെ നമ്മളെ കണ്ടീഷനും കാര്യങ്ങളൊന്നുമില്ല. നമ്മളോട് കണ്ടീഷൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കട്ടോ, ഒറിജിന് ഏത് പോയിന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷന് ഫസ്റ്റ് ഡിഗ്രി ടേം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ ടേമിന് ഫസ്റ്റ് ഡിഗ്രി ടേം ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള കണ്ടീഷൻ h6 ആയാൽ മതി. കെ എന്തും ആയിക്കോട്ടെ. കെ ഇതിൽ ഡിപ്പെൻഡൻ്റ് ആണോ? അല്ലല്ലോ. കെൻ്റെ ഒരു ടേം ഇവിടെ ഇല്ല. അതിൻ്റെ അർത്ഥം കെ എന്തായാലും വിഷയമല്ല എന്നുള്ളതല്ലേ. അപ്പോൾ ഇതിൽ എക്സ് ഈക്വൽ ടു എക്സ് ഡാഷിൻ്റെ ടേം 0 ആയി പോകണമെന്നുണ്ടെങ്കിൽ h6 ആയാൽ മതി. കെ എന്തും ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ ഒറിജിൻ ഷുഡ് ബി ഷിഫ്റ്റഡ് ടു ദ പോയിന്റ് 6, k വേർ k ബിലോങ്സ് ടു R. കെ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയാൽ മതി. ഏത് റിയൽ നമ്പർ ആയിക്കോട്ടെ, ഏത് പോയിന്റിലോട്ട് കെ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ 2.1 ആയിക്കോട്ടെ,
2.0001 ആയിക്കോട്ടെ, പ്രശ്നമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ എച്ചിൻ്റെ വാല്യൂ 6 ആയാൽ മതി, ഇതിന് ഫസ്റ്റ് ഡിഗ്രി ടേം ഉണ്ടാവില്ല. അപ്പോൾ ദ ഒറിജിൻ ഷുഡ് ബി ഷിഫ്റ്റഡ് ടു ദ പോയിന്റ് 6, k where k belongs to R. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, ഇൻഫിനിറ്റ് പോയിന്റ്സ് ഉണ്ടാവും. ആ ഏത് പോയിന്റ്സിലോട്ടും, അതായത് കെൻ്റെ വാല്യൂ ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ 1 വരാം, 2 വരാം, കെൻ്റെ വാല്യൂ 1 ആവാം, 2 ആവാം, 3 ആവാം. ഇനി 1ൻ്റെയും 2ൻ്റെയും ബിറ്റ്വീൻ 1.5 ആവാം, 1.75 ആവാം, 1.6 ആവാം, 1.6222 ആവാം. അങ്ങനെ ഒരുപാട് പോയിന്റ് വരും. ക്ലിയർ? ഇനി ആ ഒരുപാട് പോയിന്റ് വന്നു കഴിഞ്ഞാലും മനസ്സിലാക്കുക, അതിൽ ഏതിൽ വന്നു കഴിഞ്ഞാലും ഈ ഇക്വേഷന് ഫസ്റ്റ് ഡിഗ്രി ടേം ഉണ്ടാവില്ല, അവിടെ h6 ആയാൽ മതി. ക്ലിയർ? അപ്പം മനസ്സിലാക്കുക, ദ ഒറിജിൻ ഷുഡ് ബി ഷിഫ്റ്റഡ് ടു ദ പോയിന്റ് 6, k വെർ k ബിലോങ്സ് ടു R. ആ പോയിന്റിലൂടെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഇക്വേഷൻ ഹാവ് നോ ഫസ്റ്റ് ഡിഗ്രി ടേം. ദാറ്റ് ഈസ് ദി ആൻസർ. ഓക്കെ, ശ്രദ്ധിക്കട്ടോ. Prove that area of the triangle is invariant under the translation of axis. Prove that area of the triangle is invariant under the translation of axis. അതായത് നമ്മളിപ്പോൾ ആക്സസ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട്, അതായത് ഒറിജിൻ പുതിയ പോയിന്റിനോട് ഷിഫ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് മാറും എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ മാറിയാലും ട്രയാങ്കിളിൻ്റെ ഏരിയ മാറൂല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ട്രയാങ്കിൾ, ഇതിനൊരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ടാവും. ആദ്യം ഒറിജിൻ ഇവിടെ ആയിരുന്നു, പിന്നെ ഒറിജിൻ നമ്മൾ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് മാറും, ശരിയല്ലേ? പക്ഷേ ഈ ഏരിയക്ക് വ്യത്യാസം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. പക്ഷെ നമ്മളത് നമുക്ക് പ്രൂവ് ചെയ്യണം, ഇൻവേരിയൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതായത് ട്രാൻസ്ലേഷൻ ഓഫ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാലും കോർഡിനേറ്റ്സ് മാറും, പക്ഷേ ഏരിയ മാറൂല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യും നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം കോർഡിനേറ്റ്സ് ശ്രദ്ധിക്കട്ടോ. കോർഡിനേറ്റ്സ് ഞാൻ x1 y1, x2 y2, x3 y3, ഇതാണ് പഴയ, അതായത് ട്രയാങ്കിളിൻ്റെ പഴയ കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മൂന്നും വേർട്ടീസസ് ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരിക? ഏരിയ A is equal to ഏരിയ A is equal to 1/2 into modulus x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y2 ഇതാണ് ഇക്വേഷൻ. അതായത് ഈ ഓർഡറിൽ അങ്ങനെ പോയാൽ മതി. x1 into y2 minus y3, x2 into y3 minus y1 plus x3 into y1 minus y2. ക്ലിയർ? അപ്പോൾ അത് ആ രൂപത്തിൽ നമ്മൾ എഴുതിയല്ലോ. അപ്പോൾ ഇതാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ, ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ? നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. ഇനി ഒറിജിൻ ഈസ് ഷിഫ്റ്റഡ് ടു h, k എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഒറിജിൻ ഷിഫ്റ്റ് ചെയ്തു. ക്ലിയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഒറിജിൻ ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ കോർഡിനേറ്റ്സ് എന്താ വരിക? x ഡാഷ് ഇസ് ഈക്വൽ ടു x മൈനസ് h, y ഡാഷ് ഇസ് ഈക്വൽ ടു y മൈനസ് k. ഇങ്ങനെയല്ലേ വരിക പുതിയ കോർഡിനേറ്റ്സ്. അപ്പോൾ ഈ കോർഡിനേറ്റ്സ് then vertex of triangle R എങ്ങനെ വരിക? x1 മൈനസ് h, y1 മൈനസ് k. ശരിയല്ലേ? x ഡാഷ് ഇസ് ഈക്വൽ ടു x മൈനസ് h ആണ്. അപ്പോൾ x മൈനസ് h, അതായത് x1 ആയിരുന്നു, അപ്പോൾ x1 മൈനസ് h, y1 മൈനസ് k. ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്താവും? x2 മൈനസ് h, y2 മൈനസ് k. ഇനി ഇതിൻ്റെ കോർഡിനേറ്റ് എന്താവും? x3 മൈനസ് h, y3 മൈനസ് k. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതായിരിക്കും ട്രയാങ്കിളിൻ്റെ വേർട്ടീസസിൻ്റെ പുതിയ കോർഡിനേറ്റ്സ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ, ഏരിയ A is equal to 1/2 into modulus. ശ്രദ്ധിക്കട്ടോ, ആദ്യം ഈ ടേം x1 മൈനസ് h ഇൻറ്റു എന്ത് വരും? ഇതേ മൈനസ് ഇത് അല്ലേ? അപ്പോൾ y2 മൈനസ് k മൈനസ് y3 മൈനസ് k എന്ന് വരും. അപ്പോൾ മൈനസ് y3 പ്ലസ് k എന്ന് വരും. ശരിയല്ലേ? അതായത് ഇങ്ങനെ വരിക, മൈനസ് y3 മൈനസ് k എന്നാണ് വരിക. അപ്പോൾ ഈ മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് y3 പ്ലസ് k എന്ന് വരും. അത് ഞാൻ സെപ്പറേറ്റ് എഴുതുന്നില്ല. മനസ്സിലായല്ലോ എഴുതിയത്? ഓക്കെ, അതായത് ഈ ടേം മൈനസ് ഈ ടേം എന്ന് പറയും. മൈനസ് ഈ ടേം എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിലാണ് വരിക. അപ്പോൾ അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് y3 പ്ലസ് k എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത, അപ്പോൾ ഇത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത x2h പ്ലസ് x2 മൈനസ് h ഇൻറ്റു
x2 മൈനസ് എച്ച് ഇൻറ്റു ഇതേ മൈനസ് ഇത് അല്ലേ. അപ്പോൾ y3 മൈനസ് കെ മൈനസ് ഇതെന്ന് പറയുമ്പോൾ മൈനസ് y1 പ്ലസ് കെ എന്ന് വരും. ക്ലിയർ അല്ലേ? പ്ലസ് ഇനി അടുത്തത് അപ്പോൾ ഇത് ഈ എക്സ് കോർഡിനേറ്റ് കൊണ്ട് എഴുതിയല്ലോ. അടുത്ത് ഈ എക്സ് കോർഡിനേറ്റ് x3 മൈനസ് എച്ച് ഇൻറ്റു എന്ത് വരണം? x3 മൈനസ് എച്ച് ഇൻറ്റു ഇതേ മൈനസ് ഇത് അല്ലേ. അപ്പോൾ y1 മൈനസ് കെ മൈനസ് y2 പ്ലസ് കെ എന്ന് വരും. ഇതാണ് ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ഇതിനകത്ത് നോക്കിയാൽ ഈ മൈനസ് കെയും പ്ലസ് കെയും ക്യാൻസൽ ചെയ്യാം, ഇവിടെ മൈനസ് കെയും പ്ലസ് കെയും ക്യാൻസൽ ചെയ്യാം, ഇവിടെ മൈനസ് കെയും പ്ലസ് കെയും ക്യാൻസൽ ചെയ്യാം. ക്ലിയർ? ബാക്കി എന്താ വരിക നോക്കിയേ, ബാക്കി എന്താ വരിക? ഞാൻ ഇത് മായ്ച്ച് കളയാണേ, ഇത് മായ്ച്ച് കളയാട്ടോ. അപ്പോൾ ബാക്കി എന്താ വരിക എന്ന് നോക്കട്ടോ. ഏരിയ എ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ്. ബാക്കി എന്തുണ്ടാവും? x1 മൈനസ് എച്ച് ഇൻറ്റു y2 മൈനസ് y3 മൈനസ് y3 പ്ലസ് x2 മൈനസ് എച്ച് ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് ബാക്കി എന്താ ഉണ്ടാവുക? x3 മൈനസ് എച്ച് ഇൻറ്റു y1 മൈനസ് y2 ഇത്രയും ഉണ്ടാവും. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ എ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ്. ശ്രദ്ധിക്കട്ടോ, ഞാനിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. x1 ഇൻറ്റു y2 മൈനസ് y3, അതായത് x1 ഇൻറ്റു y2 മൈനസ് 3. ഇനി മൈനസ് എച്ച് ഇൻറ്റു y2 മൈനസ് y3. അതേപോലെ ഇവിടെ എന്ത് ചെയ്താം? പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1. ക്ലിയർ? x2 ഇൻറ്റു y3 മൈനസ് y1 മൈനസ് എച്ച് ഇൻറ്റു y3 മൈനസ് y1. ഓക്കെ, പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2 മൈനസ് എച്ച് ഇൻറ്റു y1 മൈനസ് y2 എന്ന് വരും. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ശ്രദ്ധിക്കട്ടോ, ഏരിയ എ ഈസ് ഈക്വൽ ടു ഇവിടെ ഞാൻ എഴുതാണ് 1/2 ഇൻറ്റു മോഡുലസ് x1 ഇൻറ്റു y2 മൈനസ് y3 ഇവിടെ ടേം. ഇനി അടുത്ത് ഞാൻ ഈ ടേം എഴുതാം കേട്ടോ. പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1 ഇവിടെ കൊള്ളൂലാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് മായ്ക്കുകയാണെങ്കിൽ ഞാൻ എല്ലാവരും എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. അല്ലെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം കേട്ടോ. ഞാൻ ഇത് മായ്ച്ച് കളയാണ്. എല്ലാവരും ഇത് എഴുതിയിട്ടുണ്ടാവല്ലോ, x1 y1 ഈ ഏരിയ എഴുതിയിട്ടുണ്ടാവല്ലോ എല്ലാവരും. അപ്പോൾ ഞാൻ ഇതൊന്നും മായ്ച്ച് കളയാണ്, എന്നിട്ട് ഇവിടെ നമുക്ക് എഴുതാം കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ മായ്ച്ച് കളഞ്ഞ് ഓൾറെഡി നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എഴുതിയിട്ടില്ലെങ്കിൽ വീഡിയോ ബാക്ക് അടിച്ചിട്ട് എഴുതുക. അപ്പോൾ ഏരിയ എ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ്. ശ്രദ്ധിക്കട്ടോ, ആദ്യം ഞാൻ x1 ഇൻറ്റു y2 മൈനസ് y3 എഴുതാണ്. പ്ലസ് ഇനി അടുത്തത് എൻ്റെ ഒരു ടേം അപ്പുറത്തുള്ളത് നോക്കിയേ, x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് ഇനി ഒരു ടേം കൂടി അപ്പുറത്തുള്ളത് നോക്കിയേ, x3 ഇൻറ്റു y1 മൈനസ് y2 ഇനി നോക്കിയേ, ഇത് മൈനസ് എച്ച് ഇൻറ്റു എന്നാണ്, ഇതും മൈനസ് എച്ച് ഇൻറ്റു എന്നാണ്, ഇതും മൈനസ് എച്ച് ഇൻറ്റു എന്നാണ്. അപ്പോൾ ഞാൻ എല്ലാത്തിനും എന്ത് ചെയ്യുക, മൈനസ് എച്ച് കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. ബാക്കി എന്താ വരിക? y2 മൈനസ് y3. ഓക്കെ, y2 മൈനസ് y3. ഞാനിവിടെ ഇതിങ്ങനെ മായ്ക്കണം കേട്ടോ, ശ്രദ്ധിക്കുക. ഇതിങ്ങനെ മായ്ച്ച് ഇവിടെ എഴുതണ്ടേ. y2 മൈനസ് y3 ഇവിടെ ടേം. ഇനി അടുത്ത ഇവിടെ ടേം എന്താ? y3 മൈനസ് y1 പ്ലസ് ഇനി അടുത്ത് ഇവിടെയുള്ള ടേം എന്താ? ഇവിടെ ഉണ്ടോ y1 മൈനസ് y2. എല്ലാം കോമൺ ആയിട്ട് മൈനസ് എച്ച് പുറത്തുണ്ട് കേട്ടോ. y1 മൈനസ് y2 എന്ന് വരും. ഇതാണ് ഇക്വേഷൻ. ക്ലിയർ അല്ലേ? അതാണ് ഇക്വേഷൻ. ഇനി ഇതിനകത്ത് നോക്കിയേ, ഇവിടെ ഒരു പ്ലസ് y2 ഉണ്ട്. ഇനി ശ്രദ്ധിക്കട്ടോ, ഇവിടെ ഒരു y2 മൈനസ് y3. ഇനി നമുക്ക് വേറൊരു കളർ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു y2 ഉണ്ട്, ശരിയല്ലേ? ഇവിടെ ഒരു പ്ലസ് y2 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് y2 ഉണ്ട്. രണ്ടും ക്യാൻസൽ ചെയ്യാലോ? രണ്ടും ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒരു മൈനസ് y3 ഉണ്ട്, പ്ലസ് y3 ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. ഇവിടെ മൈനസ് y1 ഉണ്ട്, പ്ലസ് y1 ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. മൊത്തം ക്യാൻസൽ ചെയ്യും. അപ്പോൾ 0. അപ്പോൾ 0 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിട്ട് പോകും. അപ്പോൾ ഏരിയ എ എന്താ കിട്ടുക? എ ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ് x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2 എന്ന് നമുക്ക് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമ്മൾ ആദ്യം
ഇക്വേഷൻ 1 നമ്മൾ ആദ്യം ഒറിജിന് പോയിന്റ് ആയിരുന്ന സമയത്ത്, അതായത് ഒറിജിന് സാധാ ഒറിജിൻ ആവുന്ന സമയത്ത് x1 y1 x2 y2 x3 y3 അതാവുമ്പോൾ ഏരിയ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഈ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി ഒറിജിൻ പുതിയ h,k ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കോർഡിനേറ്റ്സ് മാറും, അത് വെച്ചിട്ട് ഏരിയ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ? ഇത് രണ്ടും സെയിം അല്ലേ നോക്കിയേ. x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y2. ഇക്വേഷൻ 2 സിമിലർ അല്ലേ? അതെ, അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും. Clear? അപ്പോൾ by comparing equation 1 and 2 we can say that the area of the triangle is invariant. The area of the triangle is invariant under the translation of axis. Axis translate ചെയ്തു കഴിഞ്ഞാലും area of the triangle is invariant. അത് മാറൂല, വേരി ചെയ്യൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് രണ്ട് സെയിം ആയതുകൊണ്ട് we can say that the area of the triangle is invariant under the translation of axis. Clear? അപ്പോൾ അതാണ് ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ചെയ്യുന്ന സ്റ്റെപ്പ് കുറച്ചൊരു ഈ എഴുതുന്നത് കുറച്ച് ലെങ്തി ആയതുകൊണ്ടാണ് നമ്മൾ ബോർഡിൽ കൊള്ളാഞ്ഞത്. ഇനി ചെറുതാക്കി എഴുതിയൊക്കെ കഴിഞ്ഞാൽ കൊള്ളുക ചെയ്യും, പക്ഷേ ചെറുതാക്കി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം വിസിബിൾ ആവില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതിയത്. അപ്പോൾ ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് സ്റ്റെപ്പുകൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നോട്ടിൽ കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ സപ്ലിമെൻ്ററി ടോപ്പിക്സിലെ 2 ടോപ്പിക്ക് സപ്ലിമെൻ്ററി ടോപ്പിക്കായിട്ട് പഠിക്കാണ്ട് സ്ട്രെയിറ്റ് ലൈനിൽ എന്ന് പറഞ്ഞു. അതിനകത്ത് ഒന്നാണ് ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ. അത് പഠിച്ചു കഴിഞ്ഞാലോ. ഇനി ഒരൊറ്റൊന്നും കൂടെ കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ passing through intersection of two lines. Equation of straight line passing through intersection of two lines. ശ്രദ്ധിക്കട്ടോ, അതായത് രണ്ട് ലൈൻസിൻ്റെ ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷൻ എന്നാണ് പറഞ്ഞത്. ലൈനിൻ്റെ ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷൻ. അതായത് ശ്രദ്ധിക്കുക, രണ്ട് ലൈനിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിൻ്റാണ്. ആണോ? രണ്ട് ലൈനിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിൻ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻസിൻ്റെ ഇക്വേഷൻ ആണ്. ക്ലിയർ? അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ a1x പ്ലസ് b1y പ്ലസ് c1 ഈക്വൽ ടു 0. ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ a2x പ്ലസ് b2y പ്ലസ് c2 ഈക്വൽ ടു 0. ക്ലിയർ? ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ ആയിട്ടുള്ള ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇതാണ് ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ, സെക്കൻഡ് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷൻ a1x പ്ലസ് b1y പ്ലസ് c1 പ്ലസ് ലാംഡ ഇൻറ്റു സെക്കൻഡ് ഇക്വേഷൻ a2x പ്ലസ് b2y പ്ലസ് c2 ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ. നല്ലോണം ശ്രദ്ധിക്കട്ടോ. ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനിൻ്റെയും ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ പ്ലസ് ലാംഡ ഇൻറ്റു സെക്കൻഡ് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഈക്വൽ ടു 0. ഇതായിരിക്കും ആ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഇതിനകത്ത് ലാംഡ എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. ആ ലാംഡ എന്താണെന്നറിയോ? അതൊരു കോൺസ്റ്റൻ്റ് ആട്ടോ. ലാംഡ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഈ കോൺസ്റ്റൻ്റ് നല്ലോണം ശ്രദ്ധിക്കണേ. ഈ ലാംഡ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കോൺസ്റ്റൻ്റ് വാല്യൂ എന്ത് വേണമെങ്കിലും വരാമല്ലോ. അപ്പോൾ കോൺസ്റ്റൻ്റ് വാല്യൂ ഓരോന്ന് വരുന്നതിനനുസരിച്ച് ഓരോ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കിട്ടും. അതായത് ഇവിടെ ഇത് പോയിൻ്റാണ്. ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ്റെയും ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ പോയിൻ്റാണ്. ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന എത്ര സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാവും? ഒരുപാട് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാവും. ശരിയല്ലേ? അതായത് നമുക്ക് ഒരുപാട് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരക്കാം. ഇതാ ഇങ്ങനെ വരക്കുക, അങ്ങനെ ഒരുപാട് സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. ശരിയല്ലേ? ആ സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഇക്വേഷനാണ് ഇത്. ഇൻഫിനിറ്റ് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാവും. ആ ഇൻഫിനിറ്റ് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് ഇത്. ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ പ്ലസ് ലാംഡ ഇൻറ്റു സെക്കൻഡ് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ഈക്വൽ ടു 0. അവിടെ ലാംഡ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അത് റിയൽ നമ്പർ ഏതും വരാം. അപ്പോൾ ഓരോ റിയൽ നമ്പർ വരുന്നതിന് എത്ര റിയൽ നമ്പർ ഉണ്ട്? ഇൻഫിനിറ്റ് ഉണ്ട്. അപ്പോൾ ഓരോ റിയൽ നമ്പർ വരുമ്പോഴും നമുക്ക് ഇതിൽ ഓരോ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് തരാം അറിയോ? ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ തരും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറയും. പക്ഷേ കൂട്ടത്തിലൊരു കാര്യം കൂടെ പറയും. വേറൊരു കണ്ടീഷനും കൂടെ നമുക്ക് തരും. അതായത് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു കണ്ടീഷനും കൂടെ തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കട്ടോ,
ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ്റെയും ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആൻഡ് വിച്ച് ഈസ് ഓൾസോ പാസിംഗ് ത്രൂ ദി പോയിന്റ് 1,3 1,3 എന്ന് പറയുന്ന പോയിന്റിലും കൂടെ പാസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷനിലൂടെയും പോയിന്റിലൂടെയും പാസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഒറ്റ സ്ട്രെയിറ്റ് ലൈനേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈ 1,3 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുക എന്ന് പറയുന്ന കണ്ടീഷൻ എന്തിനായിരിക്കും തരുന്നത്? ആ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിരിക്കും. അപ്പോൾ ആ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ലാംഡയുടെ വാല്യൂ തിരിച്ച് ആ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനായി. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ജനറലി വി ക്യാൻ സേ ദാറ്റ് ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ്റെയും ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ പ്ലസ് ലാംഡ ഇൻറ്റു സെക്കൻഡ് ഇക്വേഷൻ ഈക്വൽ ടു 0. അപ്പോൾ ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കട്ടോ, അത് ആദ്യം ജനറൽ ഫോമിൽ എഴുതണം. ഈക്വൽ ടു 0 എന്നുള്ള രൂപത്തിൽ എഴുതിയാലേ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഇൻ്റർസെക്ഷൻ ഓഫ് ടു ലൈൻസ്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ആ ഒരു ഇക്വേഷൻ രണ്ട് ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി ഇൻ്റർസെക്ഷൻ ഓഫ് ദി ലൈൻസ് 2x plus y is equal to 8 and 3x minus y is equal to 2. Find and through the point 2, minus 3. Find equation of a straight line passing through the intersection of the lines 2x plus y is equal to 8 and 3x minus y is equal to 2 and through the point 2, minus 3. That is the question. അപ്പോൾ ഈ രണ്ട് പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആൻഡ് പാസിംഗ് ത്രൂ ദി പോയിന്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ഈ തന്നിട്ടുള്ള കണ്ടീഷൻ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാം. ഓക്കെ, 2x plus y ഈക്വൽ ടു 8നെ -8 ഈക്വൽ ടു 0 എന്ന് എഴുതാം ആൻഡ് 3x minus y -2 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? കാരണം ആ സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതിയാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും അപ്പോൾ റിക്വയർഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വയർഡ് ലൈൻ, അതായത് രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ 2x plus y -8 പ്ലസ് ലാംഡ ഇൻറ്റു രണ്ടാമത്തെ ഇക്വേഷൻ 3x minus y -2 ഈക്വൽ ടു 0. ഇനി ഇത് ആദ്യവും ഇത് രണ്ടാമതും എടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, അവസാനം കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ, ലാംഡയുടെ വാല്യൂ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ അവസാനം കിട്ടുന്ന ആൻസർ ഫൈനൽ ആൻസർ വിൽ ബി സെയിം. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ കേട്ടോ, ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമ്പർ 1. പക്ഷേ ഇതിനകത്ത് ലാംഡയുടെ വാല്യൂ നമുക്കറിയില്ല, ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് റിക്വയർഡ് ലൈൻ. ഈ ലൈന് ഏതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്? 2, -3 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ പോയിന്റ് നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ശരിയല്ലേ? ആ പോയിന്റ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടും. അതിനാണ് അത് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? സബ്സ്റ്റിറ്റ്യൂട്ട് പോയിന്റ് 2, -3 in the equation 1. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 × 2 പ്ലസ് y that is -3 -8 പ്ലസ് ലാംഡ ഇൻറ്റു 3 × 2 മൈനസ് y അപ്പോൾ +3 -2 ഈക്വൽ ടു 0 എന്ന് വരും. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ്, ശ്രദ്ധിക്കട്ടോ. അപ്പോൾ എന്തായി? 2 × 2 4 4 - 3 4 4 - 3 1 1 -8 -7. ഓക്കെ, പ്ലസ് ലാംഡ ഇൻറ്റു 2 3 6 6 3 9 9 2 പോയാൽ 7 ഈക്വൽ ടു 0. അപ്പോൾ 7 ലാംഡ ഈസ് ഈക്വൽ ടു -7 അങ്ങോട്ട് പോകുമ്പോൾ 7 എന്ന് വരും. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ 2, -3 എന്ന് പറയുന്ന തന്നിട്ടുള്ള ആ ഒരു കണ്ടീഷൻ തന്നിട്ടുള്ള ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ തരും. ആ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലാംഡയുടെ വാല്യൂ കിട്ടും. ഇനി എന്ത് ചെയ്യുക? ലാംഡയുടെ വാല്യൂ തിരിച്ച്, ഇതാണ് നമുക്ക് റിക്വയർഡ് ലൈൻ എന്ന് പറയുന്നത്. ഈ ലാംഡയുടെ വാല്യൂ തിരിച്ച് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനായി. അപ്പോൾ ഇക്വേഷൻ 1 ബിക്കംസ്, ഓക്കെ ശ്രദ്ധിക്കട്ടോ, 2x + y -8 പ്ലസ് ലാംഡ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 × 3x - y -2 ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? ഇവിടെ ഈ പ്ലസ് വൈയും മൈനസ് വൈയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2x + 3x 5x -8 -2 ദാറ്റ് ഈസ് -10 ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ? വേണമെങ്കിൽ എന്ത് ചെയ്യാം? 5x = 10 എന്ന് എഴുതാം.
എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. എക്സിൻ്റെ വാല്യൂ 2 എന്നാണ്. എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ്. എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചതല്ല ക്വസ്റ്റ്യൻ. ആ റിക്വയർഡ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ പോസിബിൾ അല്ലേ? പോസിബിൾ ആണ്. എന്താ സ്ട്രെയിറ്റ് ലൈനിൻ്റെ പ്രത്യേകത? വിച്ച് ഈസ് എ വെർട്ടിക്കൽ ലൈൻ. വെർട്ടിക്കൽ ലൈനാണ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് അല്ലേ? ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈൻ്റെ ഇക്വേഷൻ പറഞ്ഞില്ലേ? ആ എക്സ് ഇസ് ഈക്വൽ ടു 2 എക്സ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് എ വെർട്ടിക്കൽ ലൈൻ. ക്ലിയർ? അപ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ള സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എങ്ങനെയായിരിക്കും? രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഇതേ രൂപത്തിൽ എഴുതുക. എന്നിട്ട് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഒരു കണ്ടീഷൻ തരും ക്വസ്റ്റ്യനിൽ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ക്ലിയർ? ആ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് തിരിച്ച് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റിക്വയർഡ് ലൈൻ എന്ന് പറയുന്നത്. ആ ലാംഡയുടെ വാല്യൂ തിരിച്ച് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആക്കിയിട്ട് അത് എക്സിൻ്റെ ടേമൊക്കെ ഒരുമിച്ച് എഴുതിയിട്ട് എന്ത് ചെയ്യുക? എക്സും വൈയും ടേമൊക്കെ ഒരുമിച്ച് എഴുതിയിട്ട് ഈ രൂപത്തിലാക്കി കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ സാധാരണ എഴുതുന്ന രൂപത്തിലാക്കി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ. ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ listen next problem. Find equation of the straight line passing through the intersection of the straight lines 2x plus y is equal to 8 and 3x minus 2y plus 7 equal to 0 and parallel to 4x plus y minus 11 equal to 0. ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻ ഈ രണ്ട് ഇൻ്റർസെക്ഷനിലൂടെ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ്റെ ഇക്വേഷൻ എന്നല്ലേ പറഞ്ഞത് അല്ലേ? പിന്നെ ആൻഡ് പാരലൽ ടു എന്ന് പറയുന്ന ഈ കണ്ടീഷൻ എന്തിനായിരിക്കും? ലാംഡ കണ്ടുപിടിക്കാനായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ഏതൊക്കെയാണ്? 2x പ്ലസ് വൈ മൈനസ് 8 ഈക്വൽ ടു 0 ആൻഡ് ഏതൊക്കെയാ? 3x മൈനസ് 2y പ്ലസ് 7 ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ എന്ന് പറയുമ്പോൾ റിക്വയർഡ് ലൈൻ ഈസ് ഈക്വൽ ടു ലൈൻ എന്താണ്? 2x പ്ലസ് വൈ മൈനസ് 8 പ്ലസ് ലാംഡ ഇൻറ്റു 3x മൈനസ് 2y പ്ലസ് 7 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ റിക്വയർഡ് ലൈൻ. ക്ലിയർ അല്ലേ? ഇനി ഈ ലൈനും പാരലൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രണ്ട് പാരലൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ സ്ട്രെയിറ്റ് ലൈൻ്റെയും ആ സ്ട്രെയിറ്റ് ലൈനും പാരലൽ എന്ന് പറയുമ്പോൾ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം ശ്രദ്ധിച്ചോട്ടോ. 2x പ്ലസ് വൈ മൈനസ് 8 പ്ലസ് ഇത് ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 3 ലാംഡ എക്സ് മൈനസ് 2 ലാംഡ വൈ പ്ലസ് 7 ലാംഡ ഈക്വൽ ടു 0. എക്സിൻ്റെ ടേം ഏതൊക്കെയാ? 2 പ്ലസ് 3 ലാംഡ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. 2 ഇത് അല്ലേ? ഇനി ഇവിടെ വൈ ഉണ്ട്, ഇവിടെ മൈനസ് 2 ലാംഡ വൈ ഉണ്ട്. അപ്പോൾ 1 മൈനസ് 2 ലാംഡ ഇൻറ്റു വൈ. ഓക്കെ, ഇനി ഇവിടെ മൈനസ് 8 ഉണ്ട്, ഇവിടെ പ്ലസ് 7 ലാംഡ ഉണ്ട്. അപ്പോൾ 7 ലാംഡ മൈനസ് 8 ഈക്വൽ ടു 0. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ. ഇനി ഇതിനെന്ത് ചെയ്യണം? y ഇസ് ഈക്വൽ ടു എന്നുള്ള രൂപത്തിൽ എഴുതണം. അപ്പോൾ നമുക്ക് സ്ലോപ്പ് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ശ്രദ്ധിക്കട്ടോ, y എന്നുള്ള രൂപത്തിൽ എഴുതുകയാണെങ്കിൽ 1 മൈനസ് 2 ലാംഡ ഇൻറ്റു വൈ ഇവിടെ നിൽക്കട്ടെ, ബാക്കിയെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയാലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 2 പ്ലസ് 3 ലാംഡ ഇൻറ്റു എക്സ്. ഇത് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? പ്ലസ് 8 മൈനസ് 7 ലാംഡ എന്നാവും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത എന്താണ്? ഈ വൈൻ്റെ കോഎഫിഷ്യൻറ്റ് y ഈസ് ഈക്വൽ ടു mx പ്ലസ് ഇ. വൈൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആക്കണ്ടേ? അപ്പോൾ ഇതുകൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ y എന്നാവും. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് ഓഫ് 2 പ്ലസ് 3 ലാംഡ ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് 8 മൈനസ് 7 ലാംഡ ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 ലാംഡ എന്ന് വരും. ക്ലിയർ അല്ലേ? ഈ രൂപത്തിൽ അങ്ങ് എഴുതിയാൽ മതി. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇതായിരിക്കും ഇതിൻ്റെ സ്ലോപ്പ്. ക്ലിയർ? അപ്പോൾ സ്ലോപ്പ് m1 ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, m1 ഇസ് ഈക്വൽ ടു, ഇപ്പോൾ ഇത് രണ്ടിൻ്റെ ഇതിൻ്റെ സ്ലോപ്പ് എന്താണ്? മൈനസ് ഓഫ് 2 പ്ലസ് 3 ലാംഡ ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 ലാംഡ എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി ശ്രദ്ധിക്കട്ടോ, അപ്പോൾ ഇത് സ്ലോപ്പ് m1. ഇനി ഈ സ്ട്രെയിറ്റ് ലൈനായിട്ട് പാരലൽ അല്ലേ എന്ന് പറഞ്ഞത്? അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ 4x പ്ലസ് വൈ മൈനസ് 11 ഈക്വൽ ടു 0. ദറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു മൈനസ് 4x പ്ലസ് 11 എന്ന് വരും. അപ്പോൾ ഇതിന് സ്ലോപ്പ് എന്ത് കിട്ടും? m2 ഈസ് ഈക്വൽ ടു മൈനസ് 4 എന്ന് കിട്ടും.
ക്ലിയർ അല്ലേ? m2 -4 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? m1 is equal to m2 എന്ന് പറയാം. ഇതാണ് കണ്ടീഷൻ. m1 is equal to m2 എന്ന് പറയാം. നല്ലോണം ശ്രദ്ധിക്കണേ. ചിലപ്പോൾ ഇവിടെ പാരലൽ ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ m1 is equal to m2 ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇനി ചില ക്വസ്റ്റ്യനിൽ എന്ത് വരും? ആൻഡ് പെർപെൻഡിക്കുലർ ടു എന്ന് പറയും. പെർപെൻഡിക്കുലർ ടു എന്നാണെങ്കിൽ അത് നമ്മൾ എങ്ങനെ ചെയ്യണം? m1 × m2 = -1 ആ കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. അതിൽ നിന്ന് ലാംഡയുടെ വാല്യൂ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഈ രണ്ട് രീതിയിൽ വരാം. ഇനി പെർപെൻഡിക്കുലറിൻ്റെ ഞാൻ ചെയ്യണില്ല, മനസ്സിലാക്കുക. പാരലൽ ആണെങ്കിൽ സ്ലോപ്പ് ഈക്വേറ്റ് ചെയ്യുക, ലാംഡയുടെ വാല്യൂ കിട്ടും. പെർപെൻഡിക്കുലർ ആണെങ്കിൽ m1 m2 = -1 അതിൽ നിന്ന് ലാംഡയുടെ വാല്യൂ കിട്ടും. ഇപ്പോൾ ഇവിടെ രണ്ടും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് -2 + 3 ലാംഡ by 1 - 2 ലാംഡ ഈസ് ഈക്വൽ ടു -4. ഈ മൈനസും മൈനസും ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 2 + 3 ലാംഡ ഈസ് ഈക്വൽ ടു 4 × 1 - 2 ലാംഡ എന്ന് വരും. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഇനി 2 + 3 ലാംഡ ഈസ് ഈക്വൽ ടു ഇനി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 - 8 ലാംഡ എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി ലാംഡയുടെ ഒരു സൈഡിലോട്ട് കൊണ്ടുവരിക. -8 ലാംഡ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 3 ലാംഡ + 8 ലാംഡ ഈസ് ഈക്വൽ ടു 4 - 2 എന്ന് വരും. ദാറ്റ് ഈസ് 11 ലാംഡ ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. ലാംഡ ഈസ് ഈക്വൽ ടു 2/11 എന്ന് വരും. ലാംഡ ഈസ് ഈക്വൽ ടു 2/11 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ തന്നിട്ടുള്ള കണ്ടീഷന് നമ്മൾ എന്ത് ചെയ്തു? ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ആ ലാംഡയുടെ വാല്യൂ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ മതി. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക? ആ ലാംഡയുടെ വാല്യൂ തിരിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ. അപ്പോൾ ബോർഡിൽ സ്ഥലമല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ ഇപ്പോൾ പോസ് ചെയ്തിട്ട് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് എഴുതുക. ഓക്കെ, എഴുതി കഴിഞ്ഞല്ലോ. വീഡിയോ പോസ് ചെയ്തിട്ട് അങ്ങ് എഴുതിക്കൊള്ളിട്ടോ. ഞാൻ അത് മൊത്തം അറേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി ലാംഡയുടെ വാല്യൂ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. നന്നായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ ഇനി ഇവിടെ ചെയ്യാൻ പോണത് ഇതാട്ടോ. ആ ലാംഡയുടെ വാല്യൂ 2/11 ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇക്വേഷൻ 1 ബിക്കംസ് 2x + y - 8 + 2/11 into 3x - 2y + 7 = 0. ഈ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഡിനോമിനേറ്ററിൽ 11 ഇല്ലേ? ഈ 11 കൊണ്ട് ഈ ഇക്വേഷനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകാം. അപ്പോൾ എന്ത് വരും? 11 × 2x + y - 8 പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11 ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ഉണ്ടാവുക 2 × 3x - 2y + 7 = 0 എന്ന് വരും. ക്ലിയർ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. 2 × 11 22x + 11y - 88 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി 2 × 3 6x 2 × 2 -4y + 2 × 7 14 = 0 എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി 22x-ഉം 6x-ഉം അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റേ നമ്മൾ ഓരോ ടേം അങ്ങനെ ചെയ്തു പോകണം. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. മറ്റേതിനകത്ത് ഓരോന്ന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണം. മറ്റേത് ഈ ഡിനോമിനേറ്ററിലുള്ള വാല്യൂ കൊണ്ട് ഇക്വേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ 11 വരും. ഇവിടെ 11 ക്യാൻസൽ ചെയ്ത് പോകും. 11 × 0 0. ക്ലിയർ? അപ്പോൾ 22x + 6x 28x 11y 4y പോയി കഴിഞ്ഞാൽ +7y 88 14 പോയി കഴിഞ്ഞാൽ 74. അപ്പോൾ -74 = 0. ഇതാണ് ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? 28x + 7y - 74 = 0. ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ ഓഫ് ഇക്വേഷൻ. ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ ഓഫ് ദി ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾക്ക് കണ്ടീഷൻ തരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുക. ആ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസറും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഏത് ക്വസ്റ്റ്യൻ ആൻസറും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് രണ്ട് ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ലൈൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അത് രണ്ട് ഇക്വേഷനും സ്റ്റാൻഡേർഡ് രൂപത്തിൽ ജനറൽ രൂപത്തിൽ എഴുതുക. പിന്നെ ഇതങ്ങോട്ട് എഴുതുക. ഇങ്ങനെ എഴുതുക. ഫസ്റ്റ് ഇക്വേഷൻ + ലാംഡ × സെക്കൻഡ് ഇക്വേഷൻ = 0. പിന്നെ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് പാരലൽ ആണെങ്കിൽ ഇപ്പോൾ പാരലലാണ് സ്ലോപ്പ് ഈക്വൽ ആ രീതിയിൽ എഴുതുക. ഓക്കെ, ആ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ലാംഡയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിലെ എല്ലാ ഇക്വേഷനും കൃത്യമായിട്ട് പഠിക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക, ഓരോ പ്രോബ്ലം ചെയ്യുന്ന സ്റ്റെപ്പ് കറക്റ്റായിട്ട് പഠിക്കുക. അല്ലാതെ ഒരുപാട് സിംപ്ലിഫൈ ചെയ്ത് വരാനാണ് നമുക്കുള്ളത്. അതൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഈ ചാപ്റ്ററിൽ ഫുൾ മാർക്ക് കിട്ടണം. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.